ആത്മബന്ധുക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എല്ലാ മനുഷ്യരും പ്രക്ഷുബ്ധമായ ഒരന്തരീക്ഷത്തെയല്ല, ശാന്തമായ ഒരു മനസ്സിനെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ ജീവിച്ചാൽ, എങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ശാന്തി അല്ലെങ്കിൽ സമാധാനം കൈവരിക്കാൻ കഴിയുമോ, ആ നിലയിലാണ് നാം ചിന്തിക്കേണ്ടതും പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ചില പരിശീലനങ്ങൾ നമ്മൾ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ആ മനസ്സിനെ അസന്തുഷ്ടി ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും പിൻവലിച്ച് സന്തുഷ്ടി ഉണ്ടാകുന്ന സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കണം. ചിത്തമേ തിരിഞ്ഞു പോരുക, വ്യർത്ഥമീ വിഷാദ ചിന്തകൾ, നിഷ്കളങ്ക ഭാവശുദ്ധിയിൽ സ്വസ്വരൂപസിദ്ധി നേടുക. ഇതാണ് നാം ചെയ്യേണ്ടത്. സ്വന്തം സ്വരൂപം എന്താണ് എന്ന് അറിയുക. ചിത്തമേ തിരിഞ്ഞു പോരുക. ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനോടാണ് നാം ഇതെല്ലാം പറയേണ്ടത്. അല്ലയോ മനസ്സേ, നീ ഇന്ന് ഏതെല്ലാം വ്യവഹാരങ്ങളിൽ കൂടി, ഏതെല്ലാം അന്തരീക്ഷങ്ങളിൽ കൂടി നീ വിഹരിക്കുന്നുവോ, അതിൽ നിന്നെല്ലാം തിരിഞ്ഞു വരൂ. അതാണ് ചിത്തമേ തിരിഞ്ഞു പോരുക, വ്യർത്ഥമീ വിഷാദ ചിന്തകൾ. ഈ ദുഃഖം തരുന്ന ചിന്തകൾ വ്യർത്ഥമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. തനിക്കും പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ല. അതാണ് ചിത്തമേ തിരിഞ്ഞു പോരുക, വ്യർത്ഥമീ വിഷാദ ചിന്തകൾ, നിഷ്കളങ്ക ഭാവശുദ്ധിയിൽ. മനസ്സേ, അതാണ് നിനക്ക് വേണ്ടത്. നിഷ്കളങ്കമായ ഭാവശുദ്ധി നിനക്കുണ്ടാവണം. കാപട്യം, ചതി, വഞ്ചന എന്നിവ ഉപേക്ഷിച്ച് സത്യസന്ധമായും ആത്മാർത്ഥമായും സ്നേഹത്തോടും കൂടി നാം മറ്റുള്ളവരോട് ഇടപെടുകയും പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ സമാധാനമുണ്ടാകുന്നത് നമ്മുടെ മനസ്സിന് തന്നെയാണ്. അതാണ് നിഷ്കളങ്ക ഭാവശുദ്ധിയിൽ. നിഷ്കളങ്കമായ ഭാവത്തിൽ സ്വസ്വരൂപസിദ്ധി നേടുക. സ്വന്തം സ്വരൂപം എന്താണ് എന്ന് തിരിച്ചറിയുക. നാം ഇന്നിപ്പോൾ കാണുന്ന ഇതല്ല നമ്മുടെ യഥാർത്ഥ സ്വരൂപം. ഇത് ദേഹം നമുക്ക് കർമ്മവാസനകൾ അനുഭവിക്കാൻ വേണ്ടി ഈശ്വരൻ തന്ന ഒരു വീട് മാത്രമാണ്. ഇതിനൊരു കാലാഹരണ സമയമുണ്ട്. ഇത് ജീർണതയ്ക്ക് വിധേയമാണ്. ഇത് ഏത് നിമിഷവും തകർന്നു പോകാവുന്നതുമാണ്. എന്നാൽ തകരാത്ത ഒന്നാണ് തൻ്റെ സ്വന്തം സ്വരൂപം. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ദേഹമാകുന്ന കൂട് തകർന്നു പോയാലും നമുക്കൊന്നും സംഭവിക്കുകയില്ല എന്ന സത്യം നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് വ്യർത്ഥമായി ചിന്തകളിലും ഈ കർമ്മങ്ങളിലും പെട്ട് ഒരു പ്രയോജനവും ഇല്ലാതെ ശത്രുതയെ മാത്രമുണ്ടാക്കുന്ന, അശാന്തിയെ മാത്രം ജനിപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോരൂ എന്ന് നാം നമ്മുടെ മനസ്സിനോട് തന്നെ പറയേണ്ടതാണ്. ചിത്തമേ തിരിഞ്ഞു പോരുക, വ്യർത്ഥമീ വിഷാദ ചിന്തകൾ. ഈ വിഷാദം തരുന്ന ചിന്ത വ്യർത്ഥമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്തതാണ്. നിഷ്കളങ്ക ഭാവശുദ്ധിയിൽ, നിഷ്കളങ്കമായ ഭാവശുദ്ധിയിലെ സ്വസ്വരൂപ സിദ്ധി നേടുക. സ്വന്തം സ്വരൂപം എന്താണ് എന്ന് തിരിച്ചറിയൂ. അതിൽ പരം മഹത്തരമായി ഈ ലോകത്തിൽ വേറെ ഒന്നും തന്നെയില്ല. അതിനാൽ മഹത്തായതെന്തോ അതിനെ സ്വീകരിക്കാനുള്ളതാണ് മർത്യജന്മം. മർത്യജന്മം കൊണ്ട് മാത്രമേ ഇത് നേടാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നാം നിരന്തരം ആത്മവിചാരത്തിലൂടെ നമ്മുടെ സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇതുവരെയുള്ള എൻ്റെ ചിന്താധാരകളൊക്കെ വ്യർത്ഥമാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. താൻ ധരിച്ചതൊക്കെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് എന്ന് ആ സ്വന്തം സ്വരൂപം തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും.
അതിനാൽ ഈ സുഭാഷിത രത്നത്തെ, ഈ 4 വരി നമ്മൾ നിരന്തരം മനനം ചെയ്ത് ചിന്തിച്ച് വ്യർത്ഥമായ പാതയിൽ കൂടി സഞ്ചരിക്കാതെ സത്യമായ പാതയിലൂടെ സഞ്ചരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. അതാണ് വേണ്ടത്. അതിനാൽ ചിത്തമേ തിരിഞ്ഞു പോരുക, വ്യർത്ഥമേ വിഷാദ ചിന്തകൾ, നിഷ്കളങ്ക ഭാവശുദ്ധിയിൽ സ്വസ്വരൂപ സിദ്ധി നേടുക.